ഒരു ഘട്ടത്തിൽ പറഞ്ഞു ലീഗ് പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടില്ല, ലീഗുകാർ വോട്ട് ചെയ്യില്ല എനിക്ക് എന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ പാലത്തറ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ലീഗുകാർക്ക് ഒരു ദിവസത്തെ സ്ക്വാഡ് പ്രവർത്തനം മതി അവരുടെ വോട്ട് മുഴുവൻ ജയിക്കാൻ. കാരണം ഞാൻ മറുപക്ഷത്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ 5 പതിറ്റാണ്ടായി നോക്കിക്കാണുന്നയാളാ. 50 വർഷം CPM-നകത്തെ ഒരു പാർട്ടി മെമ്പറായി പടിപടിയായി ഉയർന്ന് അതിന്റെ ജില്ലാ കമ്മിറ്റി വരെ എത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂരിൽ ജയിക്കുക എന്നതല്ല വിഷയം. UDF-നെ സംബന്ധിച്ചിടത്തോളം കേരളം പിടിക്കുക, കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നതാണ്. അങ്ങനെ വരുമ്പോ പയ്യന്നൂരിലെ UDF-ന്റെ പ്രവർത്തകന്മാർക്ക്, വോട്ടർമാർക്ക് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രചരണമാണ്. ഇങ്ങനെ പല പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് കിഴക്കൻ മേഖലയിൽ പോയപ്പോ വീടുകളിൽ പോയി പറഞ്ഞത്, കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ല ഇത്തവണ, കൈപ്പത്തി ചിഹ്നമില്ല, അതുകൊണ്ട് നിങ്ങളെ വോട്ട് ഞങ്ങൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ചെറുപുഴ, പെരിങ്ങോം ഭാഗങ്ങളിലൊക്കെ പോയപ്പോൾ അവര് ഞങ്ങളോട് പറഞ്ഞു. ഇങ്ങനെയാണ് വീടുകളിൽ പോയി പറയുന്നത്. ഈ ശ്രമങ്ങളെല്ലാം നടത്തിയിട്ടും വിജയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ജയരാജൻ പറഞ്ഞതുപോലെ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? തെറ്റിനെ ന്യായീകരിക്കുകയാണ്, കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുകയാണ്, കുറ്റം ചൂണ്ടിക്കാണിച്ചവരെ നടപടിക്ക് വിധേയമാക്കുകയാണ്, ക്രൂശിക്കുകയാണ്. ഇത് ജനങ്ങൾ നോക്കിക്കാണുന്നില്ലേ? അങ്ങനെ ജനങ്ങൾ നോക്കിക്കാണുന്നതിന്റെ ഫലമായിട്ടാണല്ലോ ആ പാർട്ടിക്കകത്ത് നിന്ന് എനിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ പുറത്താക്കൽ നടപടിയാണ്. എത്ര ആളുകൾ ഇവർക്ക് പുറത്താക്കാൻ സാധിക്കും? അങ്ങനെ പുറത്താക്കിയാൽ ഈ ഉപ്പ് വെച്ച കലർന്ന് സാധാരണ പറയാറില്ലേ, അതുപോലെയാകും അവസ്ഥ.